ഇന്നത്തെ അധ്യായത്തിന്റെ പേര് പയ്യച്ചവയ്ക്കും പാട്ട്. ജപ്പാൻകാർ പൊതുവെ ഊണ് കഴിക്കും മുമ്പ് പറയുന്ന ഒരു ഉപചാര വാക്കുണ്ട്, ഈറ്റാദാക്കി മാസു. ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കുചേരുന്നു എന്നാണ് ഈ ഉപചാര വാക്കിന്റെ അർത്ഥം. എന്നാൽ ടോമോ ഗക്വാനിലെ ഉച്ചയൂൺ ആരംഭിക്കുന്നത് ഒരു ഗാനത്തോടെയാണ്. കൊബയാഷി മാസ്റ്റർ പ്രത്യേകമായി രചിച്ച ഊണിന് മുമ്പുള്ള പാട്ട്. അത് പാടിക്കൊണ്ട് ഒരു സംഗീതജ്ഞൻ കൂടിയായാണ് മാസ്റ്റർ തന്നെയാണ് അതിന് ഈണമിട്ടതും ചിട്ടപ്പെടുത്തിയതും. ഊണിന് മുമ്പുള്ള പാട്ട് അദ്ദേഹം ഒരു പഴഞ്ചൊല്ലിന്റെ താളത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഊണിന് മുമ്പ് പാടാറുള്ള ഒരു പരമ്പരാഗത ഗാനം എന്ന് തന്നെ ആ ശീലിനെ കുറിച്ച് ടോമോയിൽ പഠിക്കുന്നതും പഠിച്ചതുമായ എല്ലാ കുട്ടികളും വർഷങ്ങൾക്ക് ശേഷവും ഉറച്ചു വിശ്വസിച്ചു. അത്രയേറെ സമർത്ഥമായാണ് തുഴഞ്ഞു പോക തോണിയിൽ എന്ന ജാപ്പനീസ് പഴമ്പാട്ടിന്റെ ഈണത്തിൽ മാസ്റ്റർ എഴുതിയ വാക്കുകൾ തിരികെ വെച്ചത്. പാട്ട് ഇങ്ങനെയായിരുന്നു: ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കവേ ചവച്ചരച്ചുമെല്ലവേ ഇറച്ചി ചോറു മീൻകറി. എങ്ങനെയാണ്? ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കവേ ചവച്ചരച്ചുമെല്ലവേ ഇറച്ചി ചോറു മീൻകറി. ഈ ഈരടികൾ പാടിയ ശേഷം മാത്രമേ കുട്ടികൾ സർവ്വസാധാരണമായ ഈറ്റാദാക്കി മാസു എന്ന ഉപചാര വാക്കിലേക്ക് പ്രവേശിക്കാറുള്ളൂ. മാസ്റ്റർക്ക് ഏതാനും പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണോ പയ്യച്ചവയ്ക്കും പാട്ടുണ്ടാക്കിയത്? അറിയില്ല, അതായിരിക്കില്ല. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ആഹാരം മെല്ലെ മെല്ലെ കഴിക്കണം, ഒരുപാട് സമയമെടുത്ത് സൊറ പറഞ്ഞിരുന്ന് സന്തോഷമായി വളരെ മെല്ലെ. അത് ഓർമ്മിപ്പിക്കാനായിരിക്കണം നാടൻ ഈണത്തിനുള്ള പയ്യച്ചവയ്ക്കും പാട്ട്. കൊച്ചു ടോട്ടോയും കൂട്ടുകാരും കഴിയുന്നത്ര ഉച്ചത്തിൽ ഒത്തുചേർന്ന് ആർത്ത് പാടി ചവച്ചരച്ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും ചവച്ചരച്ചുമെല്ലവേ ഇറച്ചി ചോറു മീൻകറി. പാട്ടിന് ശേഷം എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ഈറ്റാദാക്കി മാസു. കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ മുന്നിൽ നിരന്നു. അസംബ്ലി ഹാൾ അല്പനേരത്തേക്ക് പൂർണ്ണ നിശബ്ദമായി.